ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റീഫ്രഷിംഗ് ജ്യൂസ് ആണ്. പാലൊന്നും ചേർക്കാതെ എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിത് ഒരു 1/2 കപ്പ് പൈനാപ്പിൾ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പച്ചമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം മതി കേട്ടോ, ഒരുപാട് വേണ്ട. ഇനി ഇതിലേക്കൊരു അല്പം പുതിനയില കൂടെ ചേർത്ത് കൊടുക്കാം. അതും കുറേ വേണ്ട കേട്ടോ, ഒരല്പം തന്നെ മതി. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണം. പൈനാപ്പിൾ ജ്യൂസൊക്കെ നമ്മൾ എന്തായാലും ഒന്ന് അരിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ അതും ആ ഒരു പച്ചമുന്തിരിയുടെ തൊലി കുറച്ചൊരു കട്ടി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. പൈനാപ്പിളിന്റെ ആ ഒരു യെല്ലോയും പിന്നെ മുന്തിരിയുടെ പച്ചയും പുതിനയിലയുടെ പച്ചയും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു നല്ലൊരു കളറാണ് കേട്ടോ ഈ ഒരു ജ്യൂസിന്. പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, അപ്പോൾ അതും കാരണം നല്ലൊരു ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ ഇതിന് ഇനി നിങ്ങൾക്ക് കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റീഫ്രഷിംഗ് ഡ്രിങ്ക് ആണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റീഫ്രഷിംഗ് ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ വീട്ടിൽ നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.